ചാണ്ടിയുമ്മൻ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ അജണ്ട ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ സമാധാനപരമായ സമരത്തിനൊടുവിൽ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ലേ? രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ അടക്കം വലിച്ചിഴച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. KC വേണുഗോപാലിനെ പോലെ മുതിർന്ന നേതാക്കൾ താഴെ വീണിട്ടും വലിച്ചിഴച്ച് കൊണ്ടുപോയിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ ബലം പ്രയോഗിച്ച് കഴുത്തിന് പിടിച്ചു തള്ളിയാണ് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. ഇതിനകത്ത് കോൺഗ്രസ് തുടക്കം മുതൽ ഒരു നിലപാടെടുത്തിരുന്നു. ശക്തമായ ഈ ഇതൊക്കെ പുറത്തു വന്നപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി നേതൃത്വത്തിലും പ്രതിപക്ഷം ഒന്നാകെ ഇതിനെ ടേക്കപ്പ് ചെയ്തിരുന്ന ഒരു കേസാണ്. ഇന്നിപ്പം ഒന്നിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരേ വേദിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ പാർലമെന്റിൽ കൂടുമ്പോൾ ഇവിടുത്തെ വിദ്യാർത്ഥികളെ അടിക്കുകയാണ്, ഇവിടുത്തെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയാണ്, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ലാത്തി കൊണ്ട് തല്ലി അവരുടെ ചോദ്യങ്ങളെ ഇല്ലാതാക്കാന്നാണ് സർക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തെ വലിച്ചഴച്ച് അദ്ദേഹത്തെ മൂക്കിൽ പരിക്കേൽപ്പിച്ച് അദ്ദേഹത്തെ ഏറ്റവും ക്രൂരമായ രീതിയിൽ അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വലിച്ചഴച്ച സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്ത് കാരണം കൊണ്ടാവട്ടെ, എന്ത് കാരണമാവട്ടെ, ഇവിടെ അദ്ദേഹത്തിന് ഒരു സുരക്ഷാ സംവിധാനമുള്ള വ്യക്തി കൂടിയാണ്. ശ്രീമതി പ്രിയങ്ക ഗാന്ധിക്കും അങ്ങനെയുള്ള വ്യക്തിയാണ്. മല്ലികാർജുന ഖാർഗെ അങ്ങനെയുള്ള വ്യക്തിയാണ്. അവരെ വലിച്ചഴച്ച് കൊണ്ടുപോവുകയാണ്, അവരെ ബലാത്കാരമായി വലിച്ചഴച്ച് കൊണ്ടുപോകുന്നു. കുറച്ചു മുമ്പ് നമ്മൾ കണ്ടു ഡീൻ കുര്യാക്കോസ് MP അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്ത് പലതവണ മർദ്ദിച്ച് കയറ്റുകയാണ്. ഈ തരത്തിൽ എങ്ങനെ ഒരു ജനാധിപത്യം ഇവിടെ ഫംഗ്ഷൻ ചെയ്യാൻ സാധിക്കും? അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ ജനാധിപത്യം മരിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന്. കാരണം ഇവിടുത്തെ ന്യായമായിട്ടുള്ള ആവശ്യം പാർലമെന്റ് ചർച്ച ചെയ്യണം. പാർലമെന്റ് ചർച്ച അനുവദിക്കുന്നില്ല, പാർലമെന്റ് ചർച്ച ചെയ്യാൻ തയ്യാറല്ല. മാത്രമല്ല മറ്റൊരു ആവശ്യമല്ലേ, ഇവിടെ ഈ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അതേ ഒരു സെക്കൻഡ് പോലും അവിടെ തുടരാൻ പാടുണ്ടോ? അത് പ്രധാനമന്ത്രി ആലോചിക്കണം. തന്റെ മന്ത്രിസഭയിൽ ഇത്രയും വലിയ ഒരു സംഭവം നടന്നിട്ടും ആ മന്ത്രിയെ നിലനിർത്തുന്നു. NTA എന്ന് പറഞ്ഞ ഏജൻസി നടത്തിയ എക്സാം 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ജീവിതത്തെ ബാധിക്കുന്ന എക്സാം, അവരുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന എക്സാം. 2019 നിയമം കൊണ്ടുവന്നിട്ടാണ് എല്ലാം ഒന്നിപ്പിച്ചാക്കിയത്. പണ്ട് പല എക്സാംസ് ആയിരുന്നു, എയിംസിന്റെ എക്സാം അടക്കം പല എക്സാംസ് ആയിരുന്നു. ഇന്ന് ഒറ്റ എക്സാം ആക്കിയതിന്റെ ഫലമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ചൈനക്കാർ നമ്മളെ കളിയാക്കുകയാണ്. ഇടയ്ക്ക് ചൈനീസ് എംബസി ഒരു കളിയാക്കിക്കൊണ്ടൊരു പോസ്റ്റ് ഇട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യയുടെ വ്യവസ്ഥയെ നോക്കിയിട്ട്. കാരണം ഞങ്ങളുടെ എന്താ പറയാ, അവർക്കൊരു പ്രത്യേകമായ എക്സാം സിസ്റ്റം ഉണ്ട്, അത് നല്ല രീതിയിൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ നമ്മളെ കളിയാക്കുക പോലും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് കളിയാക്കുന്നതൊക്കെ വേറെ നിൽക്കട്ടെ, രാജ്യാന്തര തലത്തിൽ നമുക്കുണ്ടായ ക്ഷീണം വേറെ നിൽക്കട്ടെ, നമ്മുടെ ഓരോ വിദ്യാർത്ഥിയെയും സംരക്ഷിക്കുവാൻ ഇവിടെ സർക്കാരിന് ബാധ്യതയില്ലേ? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ, അവർക്ക് ഈ എക്സാം മുഖാന്തരം നഷ്ടമുണ്ടായാൽ, അവരുടെ ജീവിതത്തിൽ ഹാനി സംഭവിച്ചാൽ സർക്കാർ മറുപടി പറയണ്ടേ? എന്താണ് പ്രധാനമന്ത്രി പല ക്യാമ്പസുകളിലും പോയി വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ ചോദിക്കാം, അതിന് പ്രധാനമന്ത്രി മറുപടി പറയുന്ന കാഴ്ച അത് നമ്മൾ കണ്ടിട്ടുണ്ട്. മൻ കി ബാത്തിലൂടെ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എല്ലാം മൻ കി ബാത്തായി മാറുകയാണോ എന്നുള്ള ചോദ്യം, ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരെയുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ മറുപടി പറയാമല്ലോ. പാർലമെന്റിൽ ഇന്ന് അദ്ദേഹം വന്നിട്ട് പോലുമില്ല. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇനി കോൺഗ്രസ് കാണാൻ പോകുന്നത്? കോൺഗ്രസ് ഈ സമരം ഏറ്റെടുത്തു, പ്രധാനമന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരം ചെയ്തു. പക്ഷേ ഇതാ വലിച്ചിഴച്ച് കൊണ്ടുപോകപ്പെട്ടിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കളെ. ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് ഈ സമരത്തെ നിങ്ങൾ മുന്നിൽ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് ജനാധിപത്യത്തെ സംബന്ധിച്ച് കറുത്ത ദിനം. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ ഒരു ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ അവകാശം കൊടുക്കാതെ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. ഈ ചോദ്യം ചോദിച്ചാൽ ഉടനെ ബൈക്ക് ഓഫിയാണ്. അപ്പൊ പാർലമെന്റിൽ സംസാരിക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട്, ഡിസ്കഷൻ ഇല്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ചോദ്യം ചോദിക്കാൻ പോയി, നിരായുധരായിട്ട് പോയി. അവര് MP-മാര്, കോൺഗ്രസിന്റെ നേതാക്കന്മാര്, പ്രതിപക്ഷത്തിന്റെ നേതാക്കന്മാര് അവരോട് ചെല്ലുമ്പോൾ എന്താണ് അവിടെ സുരക്ഷാ ഭീഷണി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഒരു ഡെലിഗേഷനെങ്കിലും അകത്ത് വിളിച്ച് കൊണ്ടുപോകുന്നതിന് പകരം വലിച്ചഴച്ച് അവരെ കൊണ്ടുപോയത്
കറുത്ത ദിനമായി, ഇന്ത്യയുടെ കറുത്ത ദിനമായി. മാത്രമല്ല BJPയുടെ സർക്കാരിനെ മണി മുഴക്കുവാന്ന് എന്താ പറയാ മറമണിയുടെ മുഴക്കുവാന്ന് വിചാരിച്ചോണം. ഇന്ന് ഈ രാഹുൽ ഗാന്ധിയെ വലിച്ചഴിച്ചതിലൂടെ ഇന്ത്യയിലെ ജനമാനസത്തെയാണ്, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളെയാണ് സർക്കാർ വലിച്ചഴിച്ചിരിക്കുന്നത് എന്നത് സംശയം പറയാൻ സാധിക്കും. അതുകൊണ്ട് സർക്കാർ കുറച്ചെങ്കിലും ഒന്ന് വിചിന്തനം നടത്തി അറ്റ്ലീസ്റ്റ് മന്ത്രിയോടെങ്കിലും രാജിവെക്കാൻ പറയണ്ടേ? ഇത്രയും കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം അത് സർക്കാർ ഏജൻസി. നിങ്ങൾ നോക്കൂ, അവിടെ പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിന്റെ അതേ സാധനം വന്നിരിക്കുകയാണ്. NTA നടത്തുന്ന ടെസ്റ്റിന്റെ അതേ ഫോംസ് 120 ക്വസ്റ്റ്യൻ വരെ സിമിലർ ആയിട്ട് വന്നിരിക്കുന്നു. എങ്ങനെ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മന്ത്രി കൂടി അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. അത് വെറുതെ ഏജൻസീസിന്റെ തലയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ NTA തലയിൽ വെച്ചിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചിട്ട് മാറി നിൽക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അടിയന്തരമായി മന്ത്രി രാജിവെക്കണം. ഇത് ചർച്ച ചെയ്യുവാൻ പാർലമെന്റ് എന്തിനാണ്? നമ്മുടെ പാർലമെന്റ് സംവിധാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ്. ആ ചർച്ചകൾ നടത്തുവാൻ തയ്യാറാവണം. ഇത് വളരെ എന്താ പറയുക. വരാം ശാന്തികുമാർ.